നമസ്കാരം. ടൈം വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. ഒന്നാം ഓവർബ്രിഡ്ജ് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ബദൽ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കൺവെൻഷൻ. മൂന്നായി നിൽക്കുന്ന JSS ഒന്നിക്കണമെന്ന് JSS സോഷ്യലിസ്റ്റ് ഫോറം. ചേളന്നൂർ 76-ന് സമീപം ജപ്പാൻ കുടിവെള്ളത്തിനെടുത്ത കുഴി റീടാർ ചെയ്യാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. വിശദമായ വാർത്തകളിലേക്ക്. റെയിൽവേ ഒന്നാം ഓവർബ്രിഡ്ജ് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരമായി ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കൺവെൻഷൻ സംഘടിപ്പിച്ചു. കോഹന്നൂർ ബസാർ ഹോട്ടലിൽ നടന്ന കൺവെൻഷൻ വ്യാപാര വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. റെയിൽവേ ഒന്നാം ഓവർബ്രിഡ്ജ് ഉയർത്തുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ട് പരിഹരിക്കാൻ അടിയന്തരമായി ബദൽ സംവിധാനം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ടാണ് ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷൻ നടത്തിയത്. KP കേശവ മേനോൻ റോഡിലെ കോഹിന്നൂർ ബസാർ ഹോട്ടലിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി K. സേതുമാധവൻ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ആറാംഗേറ്റ് ഗേറ്റിന്റെ അവിടെ നിന്ന് പുതിയ നേരത്തെ മാറ്റിയിട്ട് അവിടെ അപകടത്തിന്റെ അവിടെ വരെ കുറച്ച് ഭാഗങ്ങൾ ഉപയോഗപ്രദമാക്കിയാൽ ഇനി വരുന്ന ഈ ഓവർബ്രിഡ്ജിന്റെ പണിക്ക് ശേഷവും സിറ്റിയിലെ തിരക്ക് കുറയ്ക്കാൻ ഏറ്റവും ഉപകാരപ്രദമായ ഒരു റോഡാണ്. AT അബ്ദുള്ളക്കോയ അധ്യക്ഷത വഹിച്ചു. KP അബൂബക്കർ, KP അബ്ദുൾ റസാഖ്, സത്താർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഫ്രാൻസിസ് റോഡിന്റെ വടക്ക് ഭാഗത്തുനിന്ന് ആരംഭിക്കുന്ന റെയിൽവേ കോളനി റോഡ് വാഹന സഞ്ചാരയോഗ്യമാക്കിയാൽ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും ആശ്വാസം ലഭിക്കുമെന്ന് കൺവെൻഷനിൽ അഭിപ്രായമുയർന്നു. മൂന്നായി നിൽക്കുന്ന JSS ഒന്നിക്കണമെന്ന JSS സോഷ്യലിസ്റ്റ് ഫോറം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. 3 കഷ്ണങ്ങളായി മാറിയ JSS ഒന്നിക്കണമെന്ന് JSS സോഷ്യലിസ്റ്റ് ഫോറം ഭാരവാഹികൾ പറഞ്ഞു. കോഴിക്കോട് വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഭാരവാഹികൾ. ഏകദേശം 3 ലക്ഷം മെമ്പർഷിപ്പുള്ള JSS അധികം ആളുകളും ഈ 3 വിഭാഗം നേതൃത്വത്തിനോടും യോജിക്കാതെ സ്വതന്ത്രമായിട്ടും നിഷ്പക്ഷമായിട്ടും നിലനിൽക്കണം എന്നുള്ള കാഴ്ചപ്പാടിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, വയനാട് മേഖലകളിൽ നിന്നുള്ള സഖാക്കന്മാരെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഞങ്ങൾ ജനാധിപത്യ സംരക്ഷണ സമിതി സോഷ്യലിസ്റ്റ് ഫോറം എന്ന പേരിൽ ഒരു സംഘടനയ്ക്ക് രൂപം നൽകിയിട്ടുണ്ട്. ഈ സംഘടന സംസ്ഥാന തലത്തിൽ ജനാധിപത്യ സംരക്ഷണ സമിതിയെ ഗൗരിയമ്മ വിഭാഗത്തിനെയും അതുപോലെ സജ്ജിത്ത് വിഭാഗത്തിനെയും രാജ്യമാ വിഭാഗത്തിനെയും ഒന്നിപ്പിക്കണമെന്നാണ് ആദ്യമായിട്ട് ആവശ്യപ്പെടുന്നത്. പിളർന്ന് 3 കഷ്ണങ്ങളായിട്ട് നിൽക്കുന്ന ജനാധിപത്യ സംരക്ഷണ സമിതിക്ക് ഈ രാഷ്ട്രീയ സമൂഹത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. JSSന്റെ മൂല്യാധിഷ്ഠിതമായിട്ടുള്ള നയങ്ങളും തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടുകളിലും അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പാർട്ടിയിലേക്ക് കയറുന്നത്. JSSന്റെ തത്വാധിഷ്ഠിത നിലപാടിലും മൂല്യാധിഷ്ഠിത നയത്തിലും ആകൃഷ്ടരായാണ് തങ്ങൾ പ്രസ്ഥാനത്തിലേക്ക് വന്നിട്ടുള്ളതെന്നും ഭാരവാഹികൾ കൂട്ടിച്ചേർത്തു. ചേളന്നൂർ 76-ന് സമീപം ജപ്പാൻ കുടിവെള്ളത്തിനെടുത്ത കുഴി റീടാർ ചെയ്യാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. പൊടിശല്യം രൂക്ഷമായതും കച്ചവടക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട്. കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ ചേളന്നൂർ 76-ന് സമീപമാണ് ജപ്പാൻ കുടിവെള്ള പദ്ധതിക്കായി എടുത്ത കുഴിയിൽ റീടാർ ചെയ്യാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. ജില്ലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റോഡുകളിലൊന്നാണിത്. റോഡിന്റെ പല ഭാഗങ്ങളിലും വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നുണ്ട്. പൊടിശല്യം രൂക്ഷമായതിനെ തുടർന്ന് സമീപത്തെ കച്ചവടക്കാരും ഏറെ ദുരിതത്തിലാണ്. സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നു. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന മത്സരത്തിന്റെ ഫൈനൽ കോഴിക്കോട് നടക്കും. ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ ജന്മദിനാഘോഷത്തിന്റെ ഭാഗമായാണ് സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ പൊതുജനങ്ങൾക്കായി പ്രസംഗ മത്സരം സംഘടിപ്പിക്കുന്നത്. 18 വയസ്സ് പൂർത്തിയായ ആർക്കും മത്സരത്തിൽ പങ്കെടുക്കാം. അഴീക്കോടിന്റെ പ്രഭാഷണ കല എന്നതാണ് ഇത്തവണത്തെ വിഷയം. അതിലൂടെ പ്രധാനപ്പെട്ട സംഗതി ഒരു വിപുലമായിട്ടുള്ള പ്രസംഗ മത്സരമാണ്. സാധാരണ പ്രസംഗ മത്സരം സ്കൂൾ, കോളേജ് വിദ്യാർത്ഥികളെയൊക്കെ കേന്ദ്രീകരിച്ചാണ് നടത്തപ്പെടാറുള്ളത്. നമ്മൾ പൊതുജനങ്ങളെ പ്രസംഗം ഒരു കല എന്ന നിലയിൽ പരിരക്ഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഇനമാണ് അഴീക്കോട് മാഷയുടെയും വ്യക്തിത്വത്തിന്റെ ആകത്തുക എന്ന് പറയുന്നത് പ്രഭാഷണ കലയായതുകൊണ്ട് ആ പ്രഭാഷണ കലയുടെ പരിപോഷണം, അതിന്റെ ശാക്തീകരണം, അതിന് പ്രോത്സാഹനം എപ്പോഴും ഫൗണ്ടേഷന്റെ കാര്യപരിപാടിയിൽ വളരെ മുൻഗണന
നൽകിയിട്ടുള്ളതാണ്. അതനുസരിച്ച് വിപുലമായൊരു പ്രസംഗ മത്സരം, അതിലെ വിജയികൾക്ക് നല്ല സമ്മാനങ്ങളാണ് നൽകുന്നത്. 1ാം സ്ഥാനത്തിന് സ്വർണ്ണ മെഡൽ, 2ഉം 3ഉം സ്ഥാനക്കാർക്ക് വെള്ളി മെഡലുകൾ, പിന്നെ ആദ്യത്തെ 10 സ്ഥാനക്കാർക്ക് സർട്ടിഫിക്കറ്റിനോടൊപ്പം 10,000 രൂപ നൽകും. പൊതുജനങ്ങൾക്ക് ആർക്കും പങ്കെടുക്കാം. പ്രസംഗം ഒരു കല എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ തന്നെ, സമൂഹത്തിൽ തന്നെ വളരെ പുരാതനവും വളരെ പെട്ടെന്ന് സമൂഹത്തിൽ സ്വാധീനിക്കുന്നതും വളരെ ഊർജ്ജമായ രീതിയിൽ മനുഷ്യന്റെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നതുമായിട്ടുള്ള ഒരു കലാമാധ്യമം എന്ന നിലയിൽ ആശയപ്രകാശനത്തിനും പ്രചാരണത്തിനും ഒക്കെ എന്നും 2 ഘട്ടങ്ങളായി നടക്കുന്ന പ്രസംഗ മത്സരത്തിന്റെ ഫൈനൽ മെയ് 11 കോഴിക്കോട് നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. അബ്ദുൽ സമദ് സമദാനി, ജയരാജ് വാര്യർ, കെ രാജൻ, സുരേഷ് ബാബു തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഐക്യകേരള വായനശാലയുടെ 80ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി വായനശാലയ്ക്ക് ഒരു കൈനീട്ടം പരിപാടി സംഘടിപ്പിച്ചു. കവി കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യകേരള വായനശാലയുടെ 1 വർഷം നീണ്ടു നിൽക്കുന്ന 80ാം വാർഷികാഘോഷ പരിപാടികളോടനുബന്ധിച്ച് വായനശാലയ്ക്കൊരു കൈനീട്ടം കവി കൽപ്പറ്റ നാരായണൻ ഉദ്ഘാടനം ചെയ്തു. പരിപാടിയിൽ ഡോക്ടർ എ അച്യുതൻ മുഖ്യപ്രഭാഷണം നടത്തി. UK കുമാരൻ, സി മധുകുമാർ, ഡോക്ടർ ഷിബി എം തോമസ്, എൻ മുരളീധരൻ എന്നിവർ സംസാരിച്ചു. ഒരുപക്ഷേ നമ്മുടെ ഈ വ്യാപ്തിയേറിയ അവബോധത്തിന്റെ അതിഥിയൊക്കെ പ്രതിനിധിയാണ് ഡോക്ടർ അച്യുതൻ. അങ്ങനെയുള്ള ഒരു സവിശേഷമായ പ്രദേശം ഉണ്ടായി വന്നത് വാസ്തവത്തിൽ പുസ്തകങ്ങളിലൂടെയാണ്. വാസ്തവത്തിൽ ഇതുപോലുള്ള ഗ്രന്ഥാലയങ്ങളിലൂടെ മലയാളത്തിന്റെ വലിയ ബലം എന്ന് പറയാവുന്നത് കേരളത്തിലുടനീളമുള്ള ഈ ഗ്രന്ഥാലയങ്ങളുടെ യൂറോപ്പിലൊക്കെ നവോത്ഥാനം വന്നത് 3-4 നൂറ്റാണ്ടെടുത്ത് സ്വാഭാവികമായ പരിണാമത്തിലൂടെയാണ് ഈ കഷ്ടി 1 നൂറ്റാണ്ടെടുത്ത് ഭാരതത്തിൽ അത് സംഭവിക്കുന്നത് ഈ പുസ്തകങ്ങൾ എന്ന വെട്ടുവഴിയിലൂടെ. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി ഈ മാസം 18 നടക്കും. ഫാദർ തോമസ് ടി തുണ്ടത്തിൽ ദുഃഖവെള്ളി സന്ദേശം നൽകുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വയനാടൻ ചുരത്തിൽ കുരിശിന്റെ വഴി 2014 ഈ മാസം 18 നടക്കും. ബ്രദർ ഔസേപ്പച്ചൻ കടുത്തുരുത്തി ദുഃഖവെള്ളി പ്രഭാഷണം നടത്തും. ഫാദർ തോമസ് ടി തുണ്ടത്തിൽ ദുഃഖവെള്ളി സന്ദേശം നൽകും. വിശ്വാസികൾ വന്ന് ഈ കുരിശിന്റെ വഴി പങ്കുചേർന്ന് അനുഗ്രഹങ്ങളും കൃപകളും രോഗശാന്തിയും നേടുന്നു. ഗസ്വൻ പാർക്ക് മുതൽ ലക്കിടി മൗണ്ട് സീനൈ വരെ 16 കിലോമീറ്റർ 5 മണിക്കൂർ നേരം കൊണ്ട് വിശ്വാസികൾ നടന്നു കയറുന്നു. മൗണ്ട് സീനൈ ലക്കിടിയിൽ നേർച്ച ഭക്ഷണം ഉണ്ടായിരിക്കുന്നതാണ്. ദുഃഖവെള്ളി 18/4/2014 8 മണിക്ക് ദുഃഖവെള്ളി പ്രഭാഷണം ബ്രദർ ഔസേപ്പച്ചൻ കടുത്തുരുത്തി. 10:15 ദുഃഖവെള്ളി സന്ദേശം ഫാദർ തോമസ് ടി തുണ്ടത്തിൽ. അവിടെ ഒരു അക്ഷരത്തെറ്റുണ്ട്, അവിടെ ചേർക്കണം. തുണ്ടത്തിൽ CMI ഡയറക്ടർ ഗസ്വൻ പാർക്ക്. 10:10 യേശുവും പടയാളികളും മറിയും ഭക്തശ്രീകളും വിശ്വാസികൾക്ക് മുമ്പിൽ നീങ്ങുന്നു. 2:30 PM സമാപന സന്ദേശം മൗണ്ട് സീനൈ ലക്കിടിയിൽ വെച്ച് ഫാദർ ജോണി പനന്തോട് CMI പ്രൊവിൻഷ്യൽ സന്ദേശം നൽകുന്നു. തങ്കച്ചൻ താഴത്തുപറമ്പിൽ, ഷിബു നെയ്ശ്ശേരി തുണ്ടിയിൽ, അബ്രഹാം കീഴുതറ, അമൽ താഴത്തുപറമ്പിൽ തുടങ്ങിയവർ നേതൃത്വം നൽകും. ഭീമ ബാലസാഹിത്യ അവാർഡിന് കൃതികൾ ക്ഷണിച്ചു. 2013-14 വർഷത്തിൽ പ്രസിദ്ധീകരിച്ച മലയാളം കൃതികളാണ് പരിഗണിക്കുക. ഭീമ ബാലസാഹിത്യ അവാർഡിന് കൃതികൾ ക്ഷണിച്ചു. കുട്ടികളുടെ സർഗവാസന വളർത്തുന്നതിനും സ്വഭാവാവിഷ്കാരത്തിനും ഉതകുന്നതായ 2013-14 വർഷങ്ങളിൽ പ്രസിദ്ധീകരിച്ച മലയാള കൃതികളാണ് പരിഗണിക്കുക. രജത ജൂബിലി വർഷം കൂടെയാണ് ചൈതന്യയുടെ, അതായത് 25 വർഷം തികയാണ്. ആ ഒരു സമയത്താണ് ഈ വർഷത്തെ കൃതികൾ നമ്മൾ ക്ഷണിക്കുന്നത്. ഈ രജത ജൂബിലി വർഷം പ്രമാണിച്ച് കവിത, നോവൽ, കഥകൾ, വൈജ്ഞാനിക കൃതികൾ എന്നിവ മെച്ചപ്പെട്ട ഓരോ കൃതികളെയും സഭയ്ക്ക് പ്രത്യേക പ്രോത്സാഹനം നൽകുന്നു എന്നുള്ളൊരു വാചകമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ പല കാര്യങ്ങളുണ്ട്. അത് കൂടി ആലോചിച്ച് ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വളരെ വിപുലമായ പരിപാടികളാണ് ഈ വർഷം നടക്കാൻ പോകുന്നത്. ബാല സാഹിത്യ അവാർഡ് നേടിയ 25 വർഷം തുടരെ നേടിയ 25 പേരെയും നമ്മൾ ഈ വിളിക്കുന്നുണ്ട്. അതോടൊപ്പം ബാല കവർ ഡിസൈനിങ്, ഇല്ലസ്ട്രേഷന് നല്ല ചിത്രകാരന്മാർക്ക് അവാർഡ് കൊടുത്ത് അവരെയും ക്ഷണിക്കുന്നുണ്ട്. ഏറ്റവും മികച്ച കൃതിയുടെ രചയിതാവിന് 70,000 രൂപ ക്യാഷ് അവാർഡ് നൽകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ബി ഗിരിരാജൻ, കാർട്ടൂണിസ്റ്റ് യേശുദാസൻ, രവി പാലത്തുങ്കൽ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. വിശ്വ സംസ്കൃത പ്രതിഷ്ഠാനത്തിന്റെ ജില്ലാ വാർഷിക സമ്മേളനം ശിക്ഷക് സദനിൽ നടന്നു.
മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ KA ചന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. വിശ്വസംസ്കൃത പ്രതിഷ്ഠാനം സംസ്കൃത ഭാരതി ജില്ലാ വാർഷിക സമ്മേളനം ശിക്ഷക് സദനിൽ നടന്നു. മലബാർ ദേവസ്വം ബോർഡ് ചെയർമാൻ ശ്രീ KA ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ A ത്യാഗരാജൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നാരായണൻ അടിത്തിരിപ്പാട് മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ VKS മേനോൻ, രതീഷ്, AK MC രതീഷ്, സുരേഷ് കുമാർ C തുടങ്ങിയവർ സംസാരിച്ചു. സംസ്കൃതം ഐച്ഛിക ഭാഷയായി എടുക്കണമെന്ന് മാസ്റ്ററോട് നിർദ്ദേശിക്കുകയും ക്ലാസ് ടീച്ചർ അതിനനുസരിച്ച് ചേർക്കുകയും ചെയ്തു. ചിറ്റൂർ പാഠശാല സ്കൂളിന് സമീപമാണ് ചിറ്റൂർ ബോയ്സ് സ്കൂൾ. അപ്പോൾ ആ പാരമ്പര്യം ചിറ്റൂർ പ്രദേശത്തിനുണ്ട്. പ്രത്യേകിച്ച് അന്നത്തെ വേദപാഠശാലയായ ഇന്നത്തെ സംസ്കൃത സ്കൂൾ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ആ സ്കൂളിന്റെ സാമീപ്യം കൊണ്ട് അതിൽ ചേർക്കുകയും ചെയ്തു. യൂണിവേഴ്സൽ ആർട്സ് സംഘടിപ്പിച്ച ബാലചിത്രരചനാ മത്സരത്തിന്റെ സമ്മാനദാനം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്നു. MK രാഘവൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. യൂണിവേഴ്സൽ ആർട്സ് ചിത്രകലാ അക്കാദമി ഫെബ്രുവരി 8 ജൂബിലി ഹാളിൽ വെച്ച് നടത്തിയ ബാലചിത്രരചനാ മത്സരത്തിന്റെ സമ്മാനദാനമാണ് നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. MK രാഘവൻ MP ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത ചിത്രകാരൻ പോൾ കല്ലനോട് അധ്യക്ഷത വഹിച്ചു. 10,000-ഓളം കുട്ടികൾ പങ്കെടുത്ത മത്സരത്തിൽ 1,500 പേർ സമ്മാനത്തിന് അർഹരായി. 3 മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടിയായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. യൂണിവേഴ്സൽ സെക്രട്ടറി KA സെബാസ്റ്റ്യൻ, KP ആന്റണി മാസ്റ്റർ, K പ്രഭാകരൻ എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. നടക്കാവ് വൊക്കേഷണൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ 2012-2013 വർഷത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു. A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നടക്കാവ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ 2002 മുതൽ 2014 വരെയുള്ള VHSC ബാച്ചിന്റെ പൂർവ്വ വിദ്യാർത്ഥി അധ്യാപക സംഗമമാണ് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നത്. വാർഡ് കൌൺസിലർ കമല രഘുനാഥിന്റെ അധ്യക്ഷതയിൽ A പ്രദീപ് കുമാർ MLA ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ ഈ സ്കൂളിൽ നടപ്പാക്കുന്ന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പൂർവ്വ വിദ്യാർത്ഥിനികളുടെ ആ ഒരു സാധ്യത നല്ല നിലയിൽ ഉപയോഗിക്കണം എന്ന കാഴ്ചപ്പാട് ഞങ്ങൾ ഈ പദ്ധതി ആവിഷ്കരിക്കുന്ന കാലം മുതലുണ്ട്. പൂർവ്വ വിദ്യാർത്ഥികളുടെ റിസോഴ്സ് മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓരോ സ്കൂളിനെയും മികവിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. ഈ സ്കൂളിൽ നമ്മൾ നടപ്പാക്കിയ പ്രസം പദ്ധതി കണ്ടിട്ട് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള MLAമാർ, സ്കൂൾ അധികൃതർ ഒക്കെ ഇവിടെ വന്നിരുന്നു. അവരോട് നമ്മളെങ്ങനെയാണ് ഈ പദ്ധതി ആവിഷ്കരിച്ചത്, ഇതിന് അംഗീകാരം വാങ്ങിച്ചത്, എങ്ങനെയാണ് ഇതിൻ്റെ തുടക്കം ഇങ്ങനെ വികസിപ്പിച്ചത്, ഇക്കാര്യമൊക്കെ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അവരുടെ സ്കൂളുകളിൽ ഇത് നടപ്പാക്കുന്നതിന് അവർ വളരെയധികം താല്പര്യം പ്രകടിപ്പിച്ചു. അപ്പോൾ നമുക്ക് സന്തോഷം. കാരണം നമ്മൾ ഉദ്ദേശിച്ചത് തന്നെയാണ്. നമ്മളൊരു സ്കൂളിനെ മാത്രം മികവുറ്റതാക്കുകയല്ല, ഇത് സാധ്യമാണ് എന്ന് തെളിയിച്ച് മറ്റു സ്കൂളുകളിലും ഇതുപോലുള്ള പരിഷ്കാരങ്ങൾ കൊണ്ടുവരാനാണ് നമ്മൾ ഉദ്ദേശിച്ചത്. മികച്ച വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും വിവിധ കലാപരിപാടികളും നടന്നു. VHSC പ്രിൻസിപ്പൽ ജലൂഷ്, ഹെഡ്മാസ്റ്റർ AK ബാലൻ, ഡോക്ടർ ജോസഫ് സെബാസ്റ്റ്യൻ, ഷംസുദ്ദീൻ എന്നിവർ സംബന്ധിച്ചു. ചൈനയിൽ നടക്കുന്ന ലോക പട്ടം പറത്തൽ മത്സരത്തിന് 9-അംഗ വൺ ഇന്ത്യ കൈറ്റ് ടീമിനെ തെരഞ്ഞെടുത്തു. പട്ടം പറത്തലിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കാൻ ഈ മാസം 13 മുതൽ 15 വരെ ബീച്ചിൽ പട്ടം പറത്തൽ പ്രദർശനവും പരിശീലനവും ഒരുക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. 9-അംഗ വൺ ഇന്ത്യ കൈറ്റ് ടീമിനെയാണ് ചൈനയിൽ നടക്കുന്ന ലോക പട്ടം പറത്തൽ മത്സരത്തിന് തെരഞ്ഞെടുത്തിരിക്കുന്നത്. ഏപ്രിൽ 19 മുതൽ 26 വരെയാണ് പരിപാടി നടക്കുക. വൺ ഇന്ത്യ കൈറ്റ് ടീം അതിന്റെ ഒറിജിൻ കോഴിക്കോടാണ്, അതിന്റെ പ്രവർത്തനം കോഴിക്കോടാണ്. പക്ഷേ ഇപ്പോൾ അത് ഇന്ത്യ മുഴുക്കെ വ്യാപിച്ചിരിക്കുന്നുണ്ട്. ചൈനയിലെ വിംഫി മുനിസിപ്പൽ ഗവൺമെന്റിന്റെ ആഭിമുഖ്യത്തിൽ ഫ്യൂഷാങ് ഇന്റർനാഷണൽ കൈറ്റ് ഫ്ലൈയിങ് ഫീൽഡിൽ അത് വിംഫിങ് സിറ്റിയിൽ വെച്ച് പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈനയുടെ അവിടെ വെച്ചാണ് ഈ ലോക പട്ടം പറത്തൽ മത്സരം ഇത്തവണ നടത്തുന്നത്. നമ്മൾ വിചാരിച്ച അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിച്ച മാതിരി അല്ല പട്ടം പറത്തൽ എന്ന് കോഴിക്കോടുകാർക്ക് പ്രത്യേകിച്ചും കാണിച്ചു തന്ന ഒരു പ്രമുഖ ടീമാണ് വൺ ഇന്ത്യ കൈറ്റ് ടീം. പട്ടം പറത്തലിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ബോധവാന്മാരാക്കാനും പൊതുജനങ്ങൾക്ക് പട്ടം പറത്താനുമായി ഈ മാസം 13 മുതൽ
15 വരെ കോഴിക്കോട് ബീച്ചിൽ പട്ടം പറത്തൽ പ്രദർശനവും പരിശീലനവും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കേരസോപ്സ് ടെലിവിഷൻ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് നടി വത്സല മേനോൻ അർഹയായി. കേരസോപ്സ് ടെലിവിഷൻ അവാർഡ് 2014 പ്രഖ്യാപിച്ചു. ലൈഫ് ടൈം അച്ചീവ്മെന്റ് അവാർഡിന് നടി വത്സല മേനോൻ അർഹയായി. ഇത് വളരെ നന്നായിട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്നിട്ട് ഞങ്ങൾക്ക് കഴിയാവുന്നതെല്ലാം ചെയ്തു തരിക. ഈ കലാകാരന്മാരെ പ്രത്യേകിച്ച് സിനിമയിലല്ലാതെ തന്നെ TV അവതാരകരെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളത് കൂടിയാണ് ഞങ്ങൾ ഈ അവാർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓരോ വർഷവും ഞങ്ങൾക്ക് ഇത് നന്നാക്കി കൊണ്ടുവരാനും കൂടുതൽ ക്യാഷ് അവാർഡ് കൊടുക്കാനും കൂടുതൽ ആക്ടേഴ്സിന് സെലക്ട് ചെയ്യാനും ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ പ്രാവശ്യമായിട്ട് 20 അവാർഡോളം ഞങ്ങൾ ഈ കൊല്ലം ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഭാഗ്യലക്ഷ്മിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡുണ്ട്. ഏറ്റവും മികച്ച സീരിയലായി ഒരു പെണ്ണിന്റെ കഥയെ തെരഞ്ഞെടുത്തു. ജനപ്രിയ നടിയായി ബീന ആന്റണിയെയും ജനപ്രിയ നടനായി ഷാനവാസിനെയും തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഈ മാസം 21 ഗുജറാത്തി ഹാളിൽ നടക്കുന്ന പരിപാടിയിൽ അവാർഡ് വിതരണം ചെയ്യുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വിഷ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 4ാം വാർഷികാഘോഷം മലബാർ പാലസിൽ നടന്നു. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. വിഷ് ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ 4ാം വാർഷികാഘോഷ പരിപാടി മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. സമൂഹത്തിന്റെ പാർശ്വവൽക്കരിക്കപ്പെടുന്ന കുട്ടികളെ സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുവരണമെന്ന് മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ എന്റെ വകുപ്പിന്റെ പേര് സാമൂഹ്യ ക്ഷേമം എന്നുള്ളത് ഇപ്പോൾ മാറ്റി. സാമൂഹ്യക്ഷേമം എന്ന് പറയുമ്പോൾ അതിന് ഔദാര്യത്തിന്റെ ഒരു സ്വരമുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ സാമൂഹ്യക്ഷേമ വകുപ്പ് സാമൂഹ്യ നീതി വകുപ്പ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. സാമൂഹ്യ നീതി വകുപ്പ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കിട്ടാനുള്ള നീതിയാണത്, നിങ്ങളുടെ അവകാശമാണ്. അത് ഞാൻ നൽകുന്നില്ലെങ്കിൽ ഞാൻ നീതി നിഷേധം നടത്തുന്നവനാണ് എന്ന ബോധം എനിക്കുണ്ടാകാൻ വേണ്ടിയാണ്, എന്റെ വകുപ്പിനുണ്ടാകാൻ വേണ്ടി ആ വകുപ്പിന്റെ പേര് സാമൂഹ്യ ക്ഷേമം എന്നതിൽ നിന്നും സാമൂഹ്യ നീതി വകുപ്പായി മാറിയിരിക്കുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കാനാകും. കോഴിക്കോട് DMO ഡോക്ടർ P മോഹനൻ മുഖ്യപ്രഭാഷണം നടത്തി. ഡോക്ടർ P മുരളീധരൻ നമ്പൂതിരി, ഡോക്ടർ സുരേഷ്, മഹറൂഫ് മണലൊടി, അഫ്നിദ, ജിൽസ് ജമീസ് തുടങ്ങിയവർ സംസാരിച്ചു. നീലാംബരി സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗിന്റെയും നിവേദിത തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടന്നുവന്നിരുന്ന സൗജന്യ തയ്യൽ പരിശീലന ക്ലാസ് സമാപിച്ചു. 60ഓളം വീട്ടമ്മമാരാണ് ക്ലാസ്സിൽ പങ്കെടുത്തിരുന്നത്. പന്തീരങ്കാവ് ശ്രീകൃഷ്ണ ഓഡിറ്റോറിയത്തിൽ നടന്നുവന്നിരുന്ന സൗജന്യ വസ്ത്ര കട്ടിംഗ് പരിശീലനം സമാപിച്ചു. നീലാംബരി സ്കൂൾ ഓഫ് ഫാഷൻ ഡിസൈനിംഗിന്റെയും നിവേദിത തയ്യൽ പരിശീലന കേന്ദ്രത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് വസ്ത്ര കട്ടിംഗിൽ പരിശീലനം സംഘടിപ്പിച്ചത്. 60ഓളം വീട്ടമ്മമാർ പരിശീലനത്തിൽ പങ്കെടുത്തു. ഷർമിള, ഹരീഷ് മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം. കേരള പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സസ് യൂണിയന്റെ സംസ്ഥാന കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. കേരള പഞ്ചായത്ത് പാലിയേറ്റീവ് നഴ്സസ് യൂണിയൻ സംസ്ഥാന കൺവെൻഷൻ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്നു. INTUC ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് M രാജൻ ഉദ്ഘാടനം ചെയ്തു. ജോലി സ്ഥിരത ഉറപ്പുവരുത്തുക, ഓഡിറ്റോറിയം വർദ്ധിപ്പിക്കുക, പ്രൊവിഡൽ ഫണ്ട്, ESI ആനുകൂല്യം നൽകുക, പഞ്ചായത്ത് ജീവനക്കാരായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങളാണ് കൺവെൻഷനിൽ ഉന്നയിച്ചത്. ഭാരവാഹികളെ കുറിച്ചൊക്കെ അറിയാം. അഴിച്ചുപണി എന്ന് പറഞ്ഞത് അന്ന് കോഴിക്കോട് ജില്ല വന്നിട്ടില്ലായിരുന്നു. അപ്പം കോഴിക്കോട് ജില്ലയെ ഇതിൽ ഉൾപ്പെടുത്തി നമുക്ക് പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഇനി പുതിയൊരു യൂണിയൻ ഉണ്ടാക്കുക എന്നുള്ള ആവശ്യമായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനടക്കമുള്ള ഈ ആളുകളൊന്നും ഇവിടെ എത്തില്ല എന്നും എനിക്ക് 100% ഉറപ്പുണ്ട്. എന്നിൽ അവർ അർപ്പിച്ച വിശ്വാസത്തിന്റെ വെളിച്ചത്തിൽ മാത്രമാണ് ഇന്നത്തെ മീറ്റിംഗിൽ ഇവിടെ എത്തിയിട്ടുള്ളത്. മയിലാടുംകുന്നിൽ ശ്രീജ്ഞാന ദണ്ഡായുധപാണി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചു. ശരവണ ബാബ ശിലാസ്ഥാപനം നിർവഹിച്ചു. കോഴിക്കോട് മയിലാടുംകുന്നിലാണ് ശ്രീജ്ഞാന ദണ്ഡായുധപാണി സുബ്രഹ്മണ്യ സ്വാമി മഹാക്ഷേത്രത്തിന്റെ ശിലാസ്ഥാപനം നടന്നത്. സദ്ഗുരു ശരവണ ബാബയുടെ മുഖ്യ കാർമ്മികത്വത്തിലായിരുന്നു ശിലാന്യാസ കർമ്മം. നിരവധി ഭക്തർ പങ്കെടുത്ത ചടങ്ങിൽ പ്രഭാഷണവും അനുഗ്രഹ ദർശനവും നടന്നു. സെൽവൻ മേലൂരിന്റെ ഫോട്ടോഗ്രാഫി പ്രദർശനം ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു. മന്ത്രി MK മുനീർ പ്രദർശന ഉദ്ഘാടനം നിർവഹിച്ചു.
ധർമ്മടം തുരുത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രശസ്ത ചിത്രകാരനും ഫോട്ടോഗ്രാഫറുമായ സെൽവൻ മേലൂർ ഒരുക്കിയ ഫോട്ടോ പ്രദർശനമാണ് കോഴിക്കോട് ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചിട്ടുള്ളത്. ഫോട്ടോഗ്രാഫി പ്രദർശനം എൻ്റെ ഗ്രാമത്തിലുള്ള തുരുത്തിനെ ആസ്പദമാക്കിയാണ്. കരയുടെ മാറ്റവും ആകാശത്തിൻ്റെ വർണ്ണങ്ങളും ഒക്കെയായി 40ഓളം ചിത്രങ്ങൾ തുരുത്തിനെ ആസ്പദമാക്കി ഇന്നിവിടെ പ്രദർശിപ്പിക്കുകയാണ്. എല്ലാ ഫോട്ടോയിലും തുരുത്ത് പശ്ചാത്തലമാണ്. അതോടൊപ്പം തുരുത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന മത്സ്യത്തൊഴിലാളികളും അതോടൊപ്പം വന്യജീവികളും തുരുത്തിനെ ആസ്പദമാക്കി കഴിയുന്ന കാക്കകളും ഒക്കെ എൻ്റെ ചിത്രങ്ങളിലുണ്ട്. കഴിഞ്ഞ 4 വർഷം കൊണ്ടെടുത്ത 40 വ്യത്യസ്ത തരത്തിലുള്ള ചിത്രങ്ങളാണ് പ്രദർശനത്തിലുള്ളത്. പ്രദർശനം ഏപ്രിൽ 18 അവസാനിക്കും. ചിന്താവളപ്പ് ഗവൺമെന്റ് UP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം നടന്നു. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. 102ാം വർഷത്തിലേക്ക് കടക്കുന്ന ചിന്താവളപ്പ് AUP സ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു. മന്ത്രി MK മുനീർ ഉദ്ഘാടനം ചെയ്തു. സ്കൂളിനെ സർക്കാരിന്റെ മെലഡി പദ്ധതിയിൽ ഉൾപ്പെടുത്തിയെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പ്രഖ്യാപിച്ചു. വാർഡ് കൌൺസിലർ സക്കറിയ P. ഹുസൈൻ അധ്യക്ഷത വഹിച്ചു. സിക്കന്ദർ, ഡോക്ടർ രാംനാഥ്, ചന്ദ്രദാസ്, അശോകൻ എന്നിവർ സംസാരിച്ചു. 1ാമത്തെ വയസ്സിൽ നിൽക്കുന്ന ഈ സ്കൂളിനെ പ്രതാപകാലത്തേക്ക് തന്നെ തിരിച്ചു കൊണ്ടുപോകണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ വാർഷികാഘോഷ പരിപാടികൾ ആരംഭിച്ചിട്ടുള്ളത്. ഈ സ്കൂളിന്റെ ഭൗതിക സൗകര്യം വർദ്ധിപ്പിക്കാൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാകും എന്ന് ആമുഖമായി സൂചിപ്പിക്കുകയാണ്. നിങ്ങൾ ഗവൺമെന്റിന്റെ മെലഡി പദ്ധതിയിൽ ഇത് ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആസ്തി വികസന ഫണ്ടും MLAയുടെ ലോക്കൽ അസിസ്റ്റൻസ് പ്രോഗ്രാമും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് LAD എന്ന് പറയുന്ന പ്രോഗ്രാമിലും ഉൾപ്പെടുത്തിക്കൊണ്ട് ബഹുമാനിയായ ഹെഡ് മിസ്ട്രസ് നൽകിയിട്ടുള്ള നിവേദനത്തിലെ എല്ലാ ഭൗതിക സൗകര്യങ്ങളും നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടി 1 വർഷം കൊണ്ട് അതിന്റെ നടപടികൾ പൂർത്തിയാക്കി പ്രവൃത്തി ആരംഭിക്കാൻ വേണ്ടി നിങ്ങളുടെ കൂടെ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഞാൻ ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് K. അജയ്കുമാർ സഹായനിധി സമർപ്പണം വെസ്റ്റീൽ സെന്റർ വെയർഹൌസ് പരിസരത്ത് നടന്നു. മനോഹർ ഹോസ്പിറ്റൽ MD ഡോക്ടർ മോഹനസുന്ദരം ഉദ്ഘാടനം ചെയ്തു. അപകടത്തെ തുടർന്ന് കാൽ മുറിക്കേണ്ടി വന്ന സെൻട്രൽ വെയർഹൌസിലെ കയറ്റിറക്ക് തൊഴിലാളിയായ K. അജയ്കുമാറിനുള്ള സഹായനിധി സമർപ്പണമാണ് നടന്നത്. വെസ്റ്റീൽ സെൻട്രൽ വെയർ പരിസരത്ത് നടന്ന പരിപാടി മനോഹർ ഹോസ്പിറ്റൽ MD ഡോക്ടർ മോഹൻ സുന്ദരം ഉദ്ഘാടനം ചെയ്തു. INTUC സംസ്ഥാന വൈസ് പ്രസിഡന്റ് KC രാമചന്ദ്രൻ ആമുഖ പ്രഭാഷണം നടത്തി. ഒരു പ്രവർത്തനമാവാം, പക്ഷേ അതുകൊണ്ട് ഇദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്നില്ല. 36 വയസ്സുള്ള ഒരു വ്യക്തിത്വമാണ് ഇപ്പോൾ കാല് മുറിച്ചിട്ടുള്ള നമ്മുടെ സുഹൃത്ത്. അദ്ദേഹത്തിന് 2 കുട്ടികളാണുള്ളത്. കുട്ടികൾ ഇവിടെയുണ്ട്. ഒരു ചെറിയ കുട്ടിയാണ് അവിടെ. അതിൻ്റെ മൂത്തത് ഒരു 6 വയസ്സോ 7 വയസ്സോ പ്രായമുള്ള ഒരു കുട്ടിയും ഒരമ്മയും അടങ്ങുന്ന ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ചുമതലയും വാസ്തവം പറഞ്ഞാൽ ഇദ്ദേഹത്തിൻ്റെ മാത്രം അധ്വാനത്തിൻ്റെ ഫലമായി ജീവിക്കേണ്ടവരാണ്, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ്. അഡ്വക്കേറ്റ് PM നിയാസ് അധ്യക്ഷത വഹിച്ചു. ഷാജി, C. മനോഹരൻ, ഡോക്ടർ മൊയ്തു, സഞ്ജയൻ ബാബു, ജയ്സൺ കമ്മോട്ടിൽ, M. രഘുവീർ തുടങ്ങിയവർ സംബന്ധിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KCL ഡിജിറ്റൽ. 1ാം ഓവർബ്രിഡ്ജ് ഉയർത്തുന്നതിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണാൻ ബദൽ സംവിധാനം വേണമെന്നാവശ്യപ്പെട്ട ആക്ഷൻ കമ്മിറ്റി കൺവെൻഷൻ. 3ആയി നിൽക്കുന്ന JSS ഒന്നിക്കണമെന്ന് JSS സോഷ്യലിസ്റ്റ് ഫോറം. ചേളന്നൂർ 76 സമീപം ജപ്പാൻ കുടിവെള്ളത്തിനെടുത്ത കുഴിയെ റീടാർ ചെയ്യാത്തത് ജനങ്ങളെ ദുരിതത്തിലാക്കുന്നു. ടൈം ന്യൂസ് പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് KCL ഡിജിറ്റൽ. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.